വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ പറ്റിയൊക്കെ കേട്ടു. അതൊരു ജസ്റ്റ് ലോ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ യു കെയിൽ കൊണ്ടുവരേണ്ടത് എന്നൊരു ഒരു ഡ്രാഫ്റ്റ് അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് കമ്പൽസറി ആക്കി. അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഗവൺമെൻറ് ഒരു മാറ്റം വേണമെന്ന് തോന്നിയത്, അല്ലെ അവരെ എന്തുകൊണ്ട് അങ്ങനെ ഒരു റൂൾസ് ചേഞ്ച് വേണമെന്ന് തോന്നി, അതിൻ്റെ എവിഡൻസ് എന്താണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ യു കെയിൽ വളരെയധികം മൈഗ്രൻസ് വന്നു. പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രൻസ് വന്നപ്പോഴത്തേനും ക്രൈം റേറ്റ് ഒക്കെ കൂടി. പല ഫാമിലീസ് ഇഷ്യൂസ് ഉണ്ട്, പല സീരിയസ് ക്രൈമുകൾ സംഭവിക്കുന്നു. ഫാമിലി ഇഷ്യൂസ്, മർഡർ, അങ്ങനെ പല 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 ക്രൈമുകൾ സംഭവിക്കുന്നു. അപ്പോൾ ക്രൈം ഇപ്പോൾ സിമ്പിൾ ഫാമിലി ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ സീരിയസ് ക്രൈം ആയാലും ഒക്കെ നമ്മൾക്കറിയാലോ, കേസ് വന്നു കഴിഞ്ഞാൽ കോടതിയിലെത്തുമ്പോഴത്തേനും വാദങ്ങളുണ്ടാവും. അപ്പം സോളിസിറ്റർ ഉണ്ടാവും, ബാരിസ്റ്റർ ഉണ്ടാവും. ബട്ട് ഇപ്പോൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ഇങ്ങനെ ഒരു കേസ് കോർട്ടിലെത്തുമ്പോഴത്തേനും ഈ ഇമിഗ്രൻസ്, എസ്പെഷ്യലി ഈ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർ, അവർക്ക് ട്രാൻസ്ലേറ്റർ വേണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ ഇതൊരു ലീഗൽ പ്രോസസ്സിങ് ആയതുകൊണ്ട് ഇപ്പം ഇംഗ്ലീഷ് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഒരു ട്രാൻസ്ലേറ്റർ വെക്കും. വെച്ചാൽ നമ്മൾക്ക് ഉള്ളിലൊരു ഭയം, ഇത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാകാതിരിക്കുങ്ങളോ തെറ്റ് പറ്റുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെപ്പോഴും ട്രാൻസ്ലേറ്ററെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്ലേറ്ററെ ചോദിക്കുമ്പം ഈ എന്താണ് ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആകുന്നത്, ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാകാത്തവരും ഉണ്ടാവും, സംസാരിക്കാത്തവരും ഉണ്ടാവും. പക്ഷേ ഇംഗ്ലീഷ് മനസ്സിലാവുന്നതും സംസാരിക്കുന്നവരുണ്ടായാലും പക്ഷെ ഒരു ലീഗൽ പ്രൊസീഡിങ് ആയതുകൊണ്ട് ട്രാൻസ്ലേറ്ററെ ചോദിക്കും. അങ്ങനെ ട്രാൻസ്ലേറ്ററെ ചോദിക്കുമ്പോഴത്തേനും ഒത്തിരി ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പം മലയാളം പറയുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസ് എല്ലാം പെൻഡിങ് ആവും കോടതിയിൽ. അപ്പോൾ കോടതി അത് റിവ്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ കേസ് പെൻഡിങ് ആയി നോക്കുമ്പോൾ ട്രാൻസ്ലേറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അത് എവിഡൻസ് ആയി, അത് ഡേറ്റ ആയി, അത് ഗവൺമെന്റിൽ എത്തുകയാണ്. ഇത് ട്രാൻസ്ലേറ്റർ അല്ല. അപ്പോൾ ഈ വരുന്ന പല ഇമിഗ്രൻസിനും ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന്. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല, ഈ കെയർ ഹോം, നഴ്സിംഗ് ഹോം അല്ലെ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പലർക്കും ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മളറിയാം, ഒരു കെയർ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴത്തേനും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പാർട്ടാണ്. ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കെയർ ഫീൽഡാണ് കമ്മ്യൂണിക്കേഷൻ. അത് പേഷ്യൻറ്റിനോടായാലും കലീഗ്സിനോടായും കറക്റ്റ് മെസ്സേജ് പാസ് ചെയ്തില്ലെങ്കിൽ അത് റോങ് ഇൻഫർമേഷൻ ആവും, റോങ് കെയർ ആവും. അങ്ങനെ ഒത്തിരി മിസ്റ്റേക്കുകളും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ രാജ്യത്തല്ല, എല്ലാ രാജ്യത്തും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ എഴുതിയും വായിച്ച സംസ്കൃതം ഒക്കെ പഠിച്ചു വന്ന ആളാണ്. അപ്പം ഈ +2 പഠിക്കാനായിട്ട് മധ്യപ്രദേശിൽ പോയി. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ഹിന്ദിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ ഇവർ പറയുന്നത് കേട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ ഹിന്ദി പറഞ്ഞ് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നു. ഞാൻ എന്തോ ഒരു വേൾഡിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കന്ന് ശരിക്കും മനസ്സിൽ ഭയങ്കര ഒരു അസംതൃപ്തി, ഞാൻ എന്തിനിവിടെ വന്നു എന്ന് പോലും തോന്നി. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മായി പറഞ്ഞു, നീ ഹിന്ദി പഠിക്കണം, ഹിന്ദി പഠിക്കാതെ യാതൊരു രക്ഷയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നും ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. അപ്പം ഞാൻ എന്നും രാവിലെ എണീറ്റ് ന്യൂസ് പേപ്പർ വായിക്കും, അതുപോലെ ഒരു പാരഗ്രാഫ് ഹിന്ദിയിൽ എഴുതണം. അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് വിതിൻ 4 months ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിച്ചു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് മധ്യപ്രദേശ് വിടുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കണം, നീ ഹിന്ദിക്കാരിയാണോ? അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി പഠിച്ചു തുടങ്ങി. അപ്പം ഏത് സ്ഥലത്ത് നമ്മൾ പോകുന്നു അവിടുത്തെ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി. അന്ന് അങ്ങനെ ഹിന്ദി പഠിച്ചത്, ഞാൻ പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. അവിടെ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹിന്ദി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പല സ്റ്റുഡൻസിനും ഈ ഹിന്ദി അറിയാതെ ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മസ്റ്റായിട്ട് ഹിന്ദി സംസാരിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ പണിഷ്മെൻറ്റ് കിട്ടുമായിരുന്നു ഹിന്ദി സംസാരിച്ചില്ല. അപ്പോൾ ഏത് സ്ഥലത്തായാലും അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഒത്തിരി പേര് ബംഗ്ലാദേശിൽ നിന്നൊക്കെ പണിക്ക് വരുന്നു. അപ്പം
അവർക്കും മലയാളം പഠിക്കണം, ഇല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ പലരും സ്ട്രഗിൾ ചെയ്യുന്ന പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ UK എത്തുമ്പോഴത്തേനും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പം കോമൺ ആയിട്ട് എല്ലാ നാഷണലായിട്ടൊരു ഇഷ്യൂ ആണ്. ഈവൻ ഹോസ്പിറ്റലുകളിൽ പോലും പേഷ്യൻറ്റിൻ്റെ മുന്നിൽ മറ്റുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നു. ഇമിഗ്രൻസ് കൂടുമ്പം അവർ 4 പേര് കൂടുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിപ്പോൾ എല്ലാവരും 4 പേര് കൂടുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അപ്പം നേരത്തെയൊക്കെ വന്ന ഇമിഗ്രൻസ് ഇപ്പോൾ മലയാളി ആണേ പോലും ഒത്തിരി പേരൊന്നും വർക്ക് പ്ലേസിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇപ്പം എണ്ണം കൂടിയപ്പോഴത്തേനും എല്ലാവരും അവരവരുടെ ലാംഗ്വേജ് സംസാരിച്ചു. അത് മലയാളികൾ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഫിലിപ്പിനോ ആയാലും ഇപ്പം പിന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്നവരായാലും ഇപ്പം അറേബ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നവരായാലും 4 പേര് കാണുമ്പോൾ അവരുടെ ലാംഗ്വേജ് സംസാരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഡോക്ടേഴ്സൊക്കെ ഹിന്ദിക്കാർ കൂടിക്കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കും, അറബി രാജ്യത്തു നിന്ന് വന്നവർ അറബിയിൽ സംസാരിക്കും, മലയാളികളാവുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. അതൊരു കോമൺ ഹ്യൂമൻ ടെൻഡൻസി. നമ്മൾ ഏത് ലാംഗ്വേജിൽ നമ്മൾക്ക് പ്രാവീണ്യം പഠിച്ചു വളർന്നോ ആ ലാംഗ്വേജിനോടുള്ള നമ്മുടെ ഒരു സ്നേഹമൊക്കെയാണ് അത് നമ്മൾ കാണിക്കും. അത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളത് പ്രൊഫഷണൽ, അതായത് ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ ആ രാജ്യത്ത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് അത് സംസാരിക്കാൻ ശ്രമിക്കണം. അത് തന്നെയല്ല അത് പേഷ്യൻറ്റിൻ്റെ, നമ്മൾ ആ പേഷ്യൻറ്റിനെ പറ്റി ചിന്തിക്കുമ്പം ഈ പേഷ്യൻറ്റ് ചിലപ്പോൾ ഈ വളരെ ഇപ്പോൾ ഒരു 1960s മുന്നേ ഒക്കെ ബോൺ ആയിട്ടുള്ള പേഷ്യൻസിന് അറിയത്തില്ല ഇമിഗ്രേഷൻ കോമൺ ആണ്, മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ കൂടുതൽ. അവരുടെ സമയത്ത് എല്ലാവരും പിന്നെ ബ്രിട്ടീഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരുടെ ഈ ഡിമെൻഷ്യ സ്റ്റേറ്റിലൊക്കെ ആകുമ്പോൾ അവർ നമ്മളിങ്ങനെ മറ്റുള്ള ഭാഷയിൽ സംസാരിക്കുമ്പം അത് അവരുടെ വിചാരം ഇത് ഞാൻ വേറെ എവിടെയോ ഒരു ഐലൻഡിലാണെന്നൊക്കെ വിചാരം. അപ്പോൾ അതവർക്ക് ഇമോഷണലി അല്ലെങ്കിൽ അത് വലിയമായിട്ട് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കാതിരിക്കുക, ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നു, അല്ലെങ്കിൽ നമ്മളൊരു വിസയിലൂടെ വന്നു, നമുക്ക് ലാംഗ്വേജ് നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിൽ പറയാനുള്ള ഫ്ലുവൻസി, ഈവൻ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ പാസ്സായാൽ തന്നെയും ഈ ഫ്ലുവൻസി വരണമെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും. ഞാൻ തന്നെ ഇവിടെ UK വന്നിട്ട് എനിക്ക് ആദ്യം ഈ ഇവരുടെ ഇംഗ്ലീഷ് മനസ്സിലാവുമെങ്കിലും ഇവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലായിരുന്നു. അതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു 4 മാസം എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് ഒരു കലീഗ് പറഞ്ഞു ഗീവ് മി എ ഹാൻഡ്. ഞാനെടുത്തു എന്താണ് ഇവർ ഗീവ് മി എ ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പം അവരെ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അതെനിക്ക് അവർ പിന്നെ ആ കോഡ് അവരുടെ ആ ആംഗിറ്റിലൂടെ എനിക്ക് മനസ്സിലായി, ഞാൻ ഫോളോ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗീവ് മി എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കൊളോക്കിയൽ ലാംഗ്വേജും ജാർഗൻസും ഒക്കെ ഉണ്ട് UK പോലും. അതല്ല നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ഞാൻ UK എത്തിയപ്പോൾ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തത് ഞാൻ റെഗുലറായിട്ട് സ്കൈ ന്യൂസ്, BBC ന്യൂസ് കാണുമായിരുന്നു, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കും, ഇംഗ്ലീഷുകാരുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തു വന്നത്. അപ്പോൾ അത് വളരെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ പിന്നെ അത്ര ഫ്ലുവൻ്റ് അല്ല എങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇമ്പ്രൂവ് ആകും. അപ്പം ഇതാണ് കാരണം. ഇപ്പം ഗവൺമെൻറ് ഇത് കൊണ്ടുവരാൻ കാരണം അവരുടെ എവിഡൻസായി, ഡേറ്റയായി പിന്നെ ഇമിഗ്രൻസിന് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ല, കമ്മ്യൂണിക്കേഷൻ പൂറാണ്. അത് കെയറിങ് സെക്ടറെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സെക്ടറുകളിൽ എഫക്റ്റ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.